റയൽ മാഡ്രിഡിൽ അർജന്റീൻ താരങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ്. എന്നാൽ ഇപ്പോൾ അർജന്റീനക്കാരെ തപ്പിയെടുത്ത് ടീമിലെത്തിക്കാൻ റയൽ മുമ്പത്തേക്കാൾ ആവേശം പ്രകടിപ്പിക്കുന്നതായി ഫുട്ബോൾ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതിൽ ശ്രദ്ധേയമാണ് ആഴ്ചകൾക്ക് മുമ്പ് മാത്രം കരാറിൽ ഒപ്പുവെച്ച അർജന്റൈൻ വണ്ടർകിഡ് ഫ്രാങ്കോ മസ്റ്റൻഡുവാനയുടെ വരവ്. റിവർ പ്ലേറ്റിൽ നിന്നും വമ്പൻ തുക നൽകിയാണ് 18-കാരനെ റയൽ സ്വന്തമാക്കിയത്. ഇപ്പോഴതാ മറ്റൊരു അർജന്റൈൻ വണ്ടർകിഡിന് പിന്നാലെ കൂടിയിരിക്കുകയാണ് റയൽ. അർജന്റൈൻ ദേശീയ ടീമിൽ വരവറിയിക്കുകയും ലയണൽ മെസ്സിക്കൊപ്പം ഗോളടിക്കുകയും ചെയ്ത സ്പെയിനിൽ ജനിച്ചു വളർന്ന അർജന്റീനക്കാരൻ റയൽ മാഡ്രിഡ് യൂത്ത് അക്കാഡമിയിലും ബി ടീമിലും സീനിയർ ടീമിൽ 4 മത്സരവും കളിച്ച് ഒരു വർഷം മുമ്പ് ഇറ്റലിയിലേക്ക് കൂടുമാറിയ നിക്കോളാസ് പാസ് മാർട്ടിനസ് എന്ന നിക്കോ പാസിനെ എന്ത് വില കൊടുത്തും തിരികെ ടീമിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് റയലും കോച്ച് സാബി അലോൺസോയും. ഇറ്റാലിയൻ സെരിയെ ക്ലബ്ബായ കോമോയിൽ കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് നിക്കോ എത്തുന്നത്. ഒരു വർഷം കൊണ്ട് ക്ലബിന്റെ 10ാം നമ്പറിൽ ഗോൾ അടിച്ചു കൂട്ടിയും പ്ലേ മേക്കറായും നിക്കോ വളർന്നപ്പോഴാണ് റയൽ കൈവിട്ടത് ഭാഗ്യതാരമെന്ന് തിരിച്ചറിയുന്നത്. ഇതിനകം 3 ദേശീയ മത്സരങ്ങളിൽ കുപ്പായമണിഞ്ഞ 20-കാരനെ റാഞ്ചാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് ടോട്ടനം കോമോയെ സമീപിച്ചുവെങ്കിലും അത് നിരസിച്ചിരിക്കുകയാണ്. അവസരം കിട്ടിയാൽ റയലിൽ തിരികെ എത്തി കളി പഠിച്ച ടീമിന്റെ ഭാഗമാവാൻ താല്പര്യം പ്രകടിപ്പിച്ച താരത്തിനായി റയലിന് വീണ്ടും വലയെറിയാൻ സമ്മതമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഒസാസുനയ്ക്കെതിരെ റയൽ കളിക്കുമ്പോൾ ഗാലറിയിൽ കോമോയുടെ പ്രതിനിധികളുമായി ചർച്ചയും നടന്നുവെന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 4 വർഷത്തെ കരാറിൽ നൽകിയ താരത്തെ തിരിച്ചെത്തിക്കാൻ അധിക തുക നൽകി ബൈബാക്ക് ക്ലോസ് ഓൺ ചെയ്യാൻ ഒരുങ്ങുകയാണ് റയൽ എന്നാണ് റിപ്പോർട്ടുകൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.